നമ്മുടെ സ്വന്തം SGK അദ്ദേഹത്തിന്റെ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പില് മോണ്ടിനെഗ്രോയെ പറ്റി വിവരിക്കുന്ന കേട്ടിട്ടുള്ള ആർക്കായാലും ആ നഗരം ഒന്ന് പോയി കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് UK റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്ക് വിസ പോലും വേണ്ട അങ്ങോട്ട് പോവാൻ അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എന്റെ ഒരു 5-6 കൂട്ടുകാരെയും തട്ടിക്കൂട്ടി നേരെ ഫ്ലൈറ്റ് പിടിച്ചു. അൽബേനിയ എയർപോർട്ടിലെത്തി നേരെ ബുക്ക് ചെയ്തിരുന്ന കാറും എടുത്ത് നമ്മൾ രാത്രി തന്നെ മോണ്ടിനെഗ്രോയ്ക്ക് വിട്ടു. അങ്ങനെ ഞങ്ങള് സൺറൈസിന് തൊട്ടു മുമ്പായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി, ബുദ്വ. ഞങ്ങൾ അതിരാവിലെ എത്തിയതുകൊണ്ടായിരിക്കാം അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നഗരത്തിന്റെ ഭംഗി അതിസുന്ദരമായിട്ട് ആസ്വദിക്കാൻ പറ്റി. ബുദ്വയിലെ വൺ ഓഫ് ദി ഫേമസ് അട്രാക്ഷൻ ആണ് ഈ ഒരു ബാലെ ഡാൻസറിന്റെ പ്രതിമ. പണ്ടെപ്പോഴോ ഈ കടലിൽ വീണ് മരിച്ചുപോയ ഒരു ബാലെ ഡാൻസറിന്റേതാണെന്നോ, ഒരുമിച്ച് ഈ കടലിൽ നീന്താൻ പോയപ്പോ നഷ്ടപ്പെട്ടു പോയ ആൺ സുഹൃത്തിനെ ഓർത്ത് വർഷങ്ങളോളം ഈ തീരത്ത് വന്നിരുന്ന ഒരു ബാലെ ഡാൻസറിന്റേതാണെന്നോ എന്നൊക്കെയാണ് പ്രചരിക്കുന്ന കഥകളിൽ ചിലത്. പിന്നെ അത് അതേപടി ഒപ്പിച്ചെടുക്കാനുള്ള തത്രപ്പാടായി. ഒറ്റക്കാലിൽ നിന്ന് പരീക്ഷിച്ച പിന്നെ അവിടെ എന്റെ സ്റ്റാച്ചുവും കൂടി വെക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ കൈവച്ച് മാത്രം പോസ് ചെയ്തു. ഈ അഡ്രിയാറ്റിക് കടലിന്റെയും മലനിരകൾ വെട്ടിയൊരുക്കിയ ക്ലിഫിന്റെയും ചോട്ടിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. ആൾത്തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് 100% ആസ്വദിക്കാൻ പറ്റിയെന്നും പറയാം. ആ വെട്ടിയൊരുക്കിയ കുഞ്ഞു വഴിയിലൂടെ കുറച്ചു ദൂരം അങ്ങോട്ട് നീങ്ങിയപ്പോ ചെറിയൊരു കവാടം കണ്ടു. അതിനപ്പുറത്ത് എന്താകാമെന്നുള്ള ആകാംക്ഷ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അങ്ങനെ ഞാൻ ആ ഗേറ്റ് ഒക്കെയുള്ള കുഞ്ഞു കവാടത്തിൽ കൂടെ കയറി ചെന്നപ്പോ ആണ്ടെ ഒരു പ്രൈവറ്റ് റിസോർട്ടും അടിപൊളി ഒരു ബീച്ചും. ഞാൻ എന്റെ കൂടെയുള്ള എല്ലാരെയും അങ്ങോട്ട് വിളിച്ചു വരുത്തി ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ആ ബീച്ചിന്റെ പേര് മോഗ്രൻ ബീച്ച് എന്നാണ്. അതേപോലെ തന്നെ ആ റിസോർട്ടിന്റെ പേരും മോഗ്രൻ 2 എന്നായിരുന്നു. കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടുന്ന് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയ വാക്കിംഗ് ട്രെയിലും കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ട്രെക്കിങ്ങും നടത്തി. അങ്ങനെ നമ്മൾ ഒറ്റ ഡെസ്റ്റിനേഷനിൽ തന്നെ കാടും കടലും മലയും എല്ലാം എൻജോയ് ചെയ്തു. അവിടുന്ന് നമ്മൾ നേരെ പോയത് ടിവാറ്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. മോണ്ടിനെഗ്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, നമ്മളൊരു മൗണ്ടൻ പേഴ്സൺ ആയാലും ശരി, ഒരു ബീച്ച് പേഴ്സൺ ആയാലും ശരി, അതെല്ലാം മോണ്ടിനെഗ്രോയിലുണ്ട്. അതും ഇടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടെന്നല്ല, എല്ലായിടത്തും ഉണ്ട്. റോഡിന്റെ 2 സൈഡിൽ കൂടെയും അനാറു മരങ്ങളും ഒലിവ് മരങ്ങളുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. മലകളും കടലും കഴിഞ്ഞാൽ പിന്നെ മോണ്ടിനെഗ്രോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതാണ് ഇതേപോലത്തെ ടണൽസ്. കുന്നും പ്രദേശം ആയതുകൊണ്ട് തന്നെ മല തുരക്കാന്നല്ലാണ്ട് അവർക്ക് വേറെ ഓപ്ഷനും ഇല്ല. അവിടുന്ന് നമ്മൾ നേരെ സെന്റ് മൈക്കിൾ ദ ആർക്കേഞ്ചൽസ് ചർച്ചിലേക്ക് പോയി. ഒരു ചർച്ചും മൊണാസ്ട്രിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണത്. അവിടെ ഒലിവ്സ് അവർ കൃഷി ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ഒലിവ് മരങ്ങൾ ഞാൻ അവിടെ കണ്ടു. അടുക്കി അടുക്കി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം മണികളും, അങ്ങ് അകലെ കോട്ടോർ ബേയിൽ കാണുന്ന ഒരു കൊച്ചു ഐലൻഡും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഈ അതിമനോഹരങ്ങളായ കാഴ്ചകളെല്ലാം കണ്ട് നേരെ തിരിച്ചത് ലെസ്റ്റിക്കായിലേക്ക്. അവിടെ ഒരു വലിയ കുന്നിന്റെ മുകളിൽ കയറി ചെന്ന് നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. ഇതിന് ലെസ്റ്റിക്ക ബേ എന്ന് പറയും. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, പക്ഷെ അത് ശരിക്കും കാണാൻ അടിപൊളിയായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ വിട്ടു നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ കോട്ടോറിലേക്ക്. അപ്പോഴേക്കും വയറും കത്തുന്നുണ്ടായിരുന്നു. നല്ലൊരു സ്പോട്ട് തേടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെങ്കിലും അവസാനം സീ ഫുഡ് കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറന്റ് നമ്മൾ കണ്ടുപിടിച്ചു. കൂടെ ബോണസ് ആയിട്ട് ഈ ഒരു വ്യൂ. ഇവിടെ നിന്ന് നേരെ നമ്മൾ ബോട്ടിങ്ങിനാ പോകുന്നത്. കോട്ടോർ മറീനയിൽ എത്തി നമ്മൾ അവരുടെ അറൈവൽ അറിയിച്ചു. ഈ ഒരു ടൂർ നമ്മൾ ഗെറ്റ് യുവർ ഗൈഡിൽ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചീപ്പായിട്ടാണ് കിട്ടിയത്. കോട്ടോർ മറീനന്ന് ഒരു ബോട്ട് കയറി ആ ബേയിലൂടെ കുറച്ചധികം ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ എത്തുന്നതെന്ന് പറയണ്ടല്ലോ, നേരെ ബ്ലൂ കേവിലേക്ക്. അതിനു മുന്നേ അവിടെ ഇടയ്ക്കിടയ്ക്കുള്ള ചരിത്ര പ്രാധാന്യമായ സ്റ്റോപ്പുകളിലെല്ലാം നിർത്തി അതിന്റെ ഹിസ്റ്ററി എല്ലാം നമുക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് സബ്മറൈൻ സൂക്ഷിച്ചിരുന്ന സ്ഥലവും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജയിലും. ഇപ്പൊ ആ ജയില് ഒരു പ്രൈവറ്റ് റിസോർട്ടാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചരിത്രത്തിന്റെ ഏടുകളെല്ലാം പെറുക്കി പെറുക്കി പിന്നെ യാത്ര തുടർന്നു ബ്ലൂ കേവിലേക്ക്. ആ കാണുന്ന മലയുടെ അടിയിലുള്ള ഒരു ചെറിയ ഓട്ടയില്ലേ, അതിലെയാ നമ്മൾ പോകുന്നത്. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഒരു കൊച്ചു സ്വർഗമായിരുന്നു അത്. ക്യാമറയിൽ അതിന്റെ പകുതി ഭംഗി പോലും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്റെ ഒരു അഭിപ്രായത്തില് ശരിക്കുള്ള സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വിടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ദൈവം ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ കൊച്ചു കൊച്ചു സ്വർഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടുപിടിക്കുക, കാണുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതെല്ലാം കൃത്യമായിട്ട് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കുള്ള സ്വർഗത്തിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് റിഗ്രറ്റും ഉണ്ടാവില്ല, ഭൂമിയിലെ സ്വർഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അവിടുന്ന് നമ്മൾ ഇറങ്ങി ആ കേവിന്റെ തൊട്ടു പുറത്തായിട്ട് നമുക്കൊരു കുറച്ചു നേരം സ്വിമ്മിംഗ് ടൈം ഉണ്ടായിരുന്നു. കാണുമ്പോൾ നല്ല എന്റർടൈൻമെന്റ് ആണെങ്കിലും ജീവൻ എടുത്ത് ബോട്ടിൽ വെച്ചിട്ടാണ് ഞാനൊക്കെ ചാടിയത്, ലൈഫ് ജാക്കറ്റ് ഉണ്ടായിട്ട് പോലും. പക്ഷെ പേടി കൊണ്ട് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും മിസ് ചെയ്യാൻ ഞാൻ ഒട്ടും റെഡിയല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഒന്നേ ചിന്തിക്കുള്ളൂ, ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ എപ്പോ.
അവിടുന്ന് നമ്മൾ നേരെ പോയത് ദ ലേഡി ഓഫ് ദ റോക്സ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ചർച്ചിലേക്കാണ്. കുറെ നാളുകൾക്ക് മുന്നേ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒരു മാതാവിന്റെ ചിത്രം പ്രത്യക്ഷപ്പെടുകയും അത് കണ്ട ആൾക്കാര് ആ രൂപം എടുത്തുകൊണ്ടുപോയി കരയിലുള്ള ഒരു ചർച്ചിൽ വെക്കുകയും പിറ്റേ ദിവസം അത് അവിടുന്ന് കാണാതായി വീണ്ടും ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അതിലെന്തോ അത്ഭുത ശക്തി ഉണ്ടെന്ന് തോന്നി. പിന്നീട് ഈ ഐലൻഡ് കാണാൻ വരുന്നവരെല്ലാം കരയിൽ നിന്ന് ഓരോ കല്ലുകളായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ ഇട്ടിട്ട് പോയ കല്ലുകളെല്ലാം കൂടി ഒരു ഐലൻഡായി മാറി. അതാണ് ഇപ്പോൾ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയ ദ ലേഡി ഓഫ് ദി റോക്ക്. അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മുടെ എയർബിഎൻബിയിലേക്ക് പോയി. അടിപൊളി ഒരു ഫ്ലാറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. പിറ്റേന്ന് രാവിലെ നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. നൂഡിൽസും മുട്ട പുഴുങ്ങിയതും സീരിയൽസും അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത്. രാവിലെ തന്നെ നല്ല കോടയും ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങാനായപ്പോഴത്തേക്കും അടിപൊളി മഴയായിരുന്നു. ആ ഒരു മഴ കണ്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പേടിച്ചു, ഇന്നത്തെ പ്ലാൻ മുഴുവൻ കുളമാകുമെന്ന്. അങ്ങനെ ആയില്ല എന്നും പറയാൻ പറ്റില്ല. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കാരണം നമുക്ക് പോഡ്ഗോറിക്ക എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഒഴിവാക്കേണ്ടി വന്നു. അവിടെ നിന്ന് ഇനി അൽബേനിയയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഒരു ലൊക്കേഷനും കൂടെ ഉണ്ട് മോണ്ടിനിഗ്രോയില്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വഴിയിലൊന്ന് പെട്ടുപോയി. റോഡ് മുഴുവൻ വെള്ളമായിരുന്നു. ഒന്ന് രണ്ട് വണ്ടികളൊക്കെ നിന്നുപോയി. നമ്മൾ അതൊക്കെ ഒരു വിധത്തിൽ പാസ് ചെയ്ത് നേരെ എത്തിയത് സ്വെത്തി സ്റ്റെഫാൻ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഐലൻഡിലേക്കാണ്. പണ്ടൊരു കൊച്ചു ഗ്രാമമായിരുന്ന ഈ ഐലൻഡ് ഇപ്പൊ ഒരു പ്രൈവറ്റ് റിസോർട്ടാണ്. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് എന്ന് കേട്ടു. വലിയ വലിയ ആൾക്കാരും സെലിബ്രിറ്റീസും ഒക്കെ മോണ്ടിനിഗ്രോയിൽ വരുമ്പോൾ ഇവിടെയാണ് അത്ര താമസിക്കാറുള്ളത്. ഈ പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ല കേട്ടോ. ചിലപ്പോൾ അത്രയും വലിയ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കാം ആ കടലും അന്ന് അത്ര രസത്തിലല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പ്രകൃതി രമണ ചേച്ചിയായ മോണ്ടിനിഗ്രോയോട് ബൈ ബൈ പറഞ്ഞ് നേരെ ബോർഡറിലേക്ക്. അവിടുന്ന് എല്ലാവരുടെയും പാസ്പോർട്ട് മേടിച്ച് ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് തന്നു. അപ്പൊ ഇനി അടുത്ത ആഴ്ച അൽബേനിയയിലെ വിശേഷങ്ങളുമായിട്ട് വീഡിയോയിൽ വരാവേ.